നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിനിടയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 2 ഡൽഹി മന്ത്രിമാരുടെ പേര് പറഞ്ഞെന്ന ED വെളിപ്പെടുത്തലിന് പിന്നാലെ AAPക്കെതിരെ നിലപാടുകൾ കടുപ്പിക്കുകയാണ് BJP. കെജ്രിവാൾ മദ്യനയ അഴിമതിയുടെ സൂത്രധാരനാണെന്നും EDയോട് കെജ്രിവാൾ നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഡൽഹി മന്ത്രിമാർ കൃത്യമായി മറുപടി നൽകിയില്ലെന്നും BJP MP സുധാൻഷു ത്രിവേദി പറഞ്ഞു. മദ്യനയ കേസിൽ പരസ്പര വിരുദ്ധവും യാഥാർത്ഥ്യമല്ലാത്തതുമായ തെളിവുകൾ നൽകി EDയെ കബളിപ്പിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് ആരോപണമുണ്ട്. കെജ്രിവാൾ EDയോട് വെളിപ്പെടുത്തിയ മന്ത്രിമാരെ കുറിച്ച് അന്വേഷിക്കണമെന്നും തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചതിനെതിരെ നടപടിയെടുക്കണമെന്നും സുധാൻഷു ത്രിവേദി പറയുകയുണ്ടായി. ഡൽഹി മന്ത്രിമാരായ വിജയ് നായർ അതിഷി, സൗരഭ് ഭരദ്വാജ് എന്നിവരുടെ പേരുകളാണ് ചോദ്യം ചെയ്യലിനിടയിൽ കെജ്രിവാൾ വെളിപ്പെടുത്തിയതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കുന്നു. മദ്യനയ കേസിൽ ആം ആദ്മിയുടെ മുൻ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് ആയിരുന്ന വിജയ് നായർ നേരത്തെ പിടിയിലായിരുന്നു. 100 കോടിയുടെ അഴിമതി നടത്താൻ ഇയാൾ സർക്കാരിനും സൗത്ത് ഗ്രൂപ്പിനും ഇടയിൽ പ്രവർത്തിച്ചെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, സത്യേന്ദർ ജെയിൻ തുടങ്ങിയവരും കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരുന്നു. തിങ്കളാഴ്ച റൌസ് അവന്യൂ കോടതി കെജ്രിവാളിനെ ഈ മാസം 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനോട് കെജ്രിവാൾ നിസ്സഹരിക്കുകയായിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട കെജ്രിവാളിനെ ഇന്നലെ തീഹാർ ജയിലിലേക്ക് മാറ്റിയിരുന്നു. രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി ജയിലിലാകുന്നത് ഇത് ആദ്യമാണ്. അതേസമയം അരവിന്ദ് കെജ്രിവാളിനെ റിമാൻഡ് ചെയ്ത സാഹചര്യത്തിൽ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം വരണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് BJP ഘടകം. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർക്ക് BJP കത്ത് നൽകിയിട്ടുണ്ട്. രാഷ്ട്രപതി ഭരണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ ചെയ്തേക്കും. എന്നാൽ സർക്കാരിനെ രാഷ്ട്രപതി പുറത്താക്കുന്ന സാഹചര്യം വന്നാൽ ആം ആദ്മിയും ബദൽ ചിന്തകളിലേക്ക് കടക്കും. നിയമസഭയെ അസാധുവാക്കാൻ രാഷ്ട്രപതി മുതിരില്ലെന്നും വിലയിരുത്തലുകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മറ്റൊരാളെ ആം ആദ്മി മുഖ്യമന്ത്രി ആക്കിയേക്കും.